അതിലൊന്നാമത്തെ കാര്യം മഹല്ലിലെ ആളുകളുടെ ഈമാൻ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നതാണ്. രണ്ടാമത്തെ കാര്യം മഹല്ലത്തിലെ ആളുകളുടെ ഇൽമിന് സംരക്ഷണം ഏർപ്പെടുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നതാണ്. മൂന്നാമത്തെ കാര്യം മഹല്ലിലെ ആളുകളുടെ ധനത്തിന് സമ്പത്തിന് സംരക്ഷണം ഏർപ്പെടുത്തണം എന്നതും. നാലാമത്തെ കാര്യം മഹല്ലിലെ ആളുകളുടെ അഭിമാനത്തിന് സംരക്ഷണം ഏർപ്പെടുത്തണം എന്നതുമാണ്. ഇനി ഇതിനനുബന്ധമായി രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് അഭിമാനത്തിന്റെ സംരക്ഷണമായ സ്വഭാവത്തിന്റെ സംരക്ഷണവും മറ്റൊന്ന് അഭിമാനത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗം തന്നെയായ ബുദ്ധിയുടെ സംരക്ഷണവുമാണ്. ഈമാൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഒരാളുടെ ഈമാനിന് സംരക്ഷണം ഏർപ്പെടുത്തണമെങ്കിൽ ഈമാനിന്റെ ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് അല്ല. ശരിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദാണ്. നിസ്കാരത്തില് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറികടക്കാൻ ഒരു പക്ഷേ പറ്റിയേക്കാം. പക്ഷെ ഈമാനില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ മറികടക്കാൻ പറ്റൂല. ഒരാള് നിസ്കാരം നിർബന്ധമായതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചാൽ നിസ്കാരം കൊണ്ടൊരു പക്ഷേ മറികടക്കാം. ജിദ്ദയില് ജോലിയാണ്, വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഒഴിവാണ്, ബസ്സിനട് കയറിയാൽ മക്കത്തേക്ക് പോകാം, ഉംറ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രി ജുമയൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങിയാൽ മതി. ഉംറ കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനെ മറികടക്കാം. പക്ഷെ ഈമാൻ കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ മറികടക്കാൻ പറ്റില്ല. സദഖ കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനെ മറികടക്കാൻ പറ്റും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനേക്കാൾ സദഖ കൊടുത്ത ആൾക്കാർ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷെ ഈമാൻ കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ മറികടക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല, കഴിയൂല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുത്തുനബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ്. റസൂലിനെ അംഗീകരിച്ചാൽ പോരാ, ശരിക്ക് നബിയെ അംഗീകരിച്ചാലും പോരാ, മുഹമ്മദിനെ തന്നെ അംഗീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ആയത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്, നബി ആയത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതിന്റെ ഒരു 40 കൊല്ലം മുമ്പ് മുഹമ്മദ് ജനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞത് മുഹമ്മദിന്റെ ജന്മദിനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ആയത് പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്, റസൂൽ ആകുന്നത് പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് അതന്നെ അംഗീകരിക്കണം. അതിന്റെ താഴെ ഒന്നും അംഗീകരിച്ചിട്ട് കാര്യമില്ല. അത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അസ്ലാണ്. അത് ആർക്കൊക്കെയുണ്ടോ അവരാണ് ഈമാൻ കൂടുതലുള്ള ആൾക്കാര്. അത് ആർക്കൊക്കെ കുറവുണ്ടോ ഓലാണ് ഈമാൻ കുറഞ്ഞ ആൾക്കാര്. ദൗർഭാഗ്യവശാല് നമ്മളെ ഈ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കൂടണ മാസം റബീഉൽ അവ്വലാണ്. അതൊരു മുഹറം പകുതി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ലോകത്ത് എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ മുഹമ്മദ് നബിയിലേക്കാ മടങ്ങുക സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ? മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താ? മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന്റെ പ്രത്യേകത എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ള ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത എന്താ? ലൈലത്തുൽ ഖദ്ർ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ ഞമ്മക്കിറങ്ങിയതല്ല, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. അന്ന് വെള്ളിയാഴ്ചയോതുന്ന അൽ കഹ്ഫ് സൂറത്തിന്റെ തുടക്കത്തിലുണ്ട് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ൽ അതാണ്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായിട്ട് പരിചയപ്പെടുത്തും എന്നുള്ളതാണ് സുന്നത്ത് ജമാഅത്ത്. അതിലൊരു വിട്ടുവീഴ്ചക്കും തയ്യാറുമില്ല എന്നുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അസ്ല്. അവിടെയാണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മദ്ഹ് പറഞ്ഞാൽ തീരൂല എന്നുള്ളതാണ്. പറഞ്ഞാൽ തീരില്ല എന്നുള്ളതാണ് ഏറ്റവും മദ്ഹ്. പറഞ്ഞാൽ തീരൂല എന്നുള്ളത് ഏറ്റവും വലിയൊരു മദ്ഹാണ്. ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅ്ശറ മാ ഊതി ബിമാ ഫിൽ ബാലഗൽ മുദ്ദാഹു. മദ്ഹ് പറയുന്ന ആളുകള് പറഞ്ഞു ഒരുപാട് പറഞ്ഞു. ഫീ ഔസാഫി, നബി തങ്ങളുടെ വസ്ഫ് പറഞ്ഞിങ്ങനെ കുറെ പറഞ്ഞു. ഫമാ ബലഗ, ആർക്കു എത്താൻ കഴിഞ്ഞില്ല. മിഅ്ശറ മാ ഊതി, നബി തങ്ങൾക്ക് നൽകപ്പെട്ടതിന്റെ 1000-ലൊരംശം, മറ്റൊരു പക്ഷമനുസരിച്ച് 10,000-ലൊരംശം പോലും ഒരാൾക്കും പറഞ്ഞെത്താൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു. ജീവിതകാലം മുഴുവനും അബുൽ അബ്ബാസ് മുർസി എന്ന സൂഫി വര്യനായ തന്റെ ഗുരുവിന് ഖിദ്മത്തെടുത്തു. രാത്രി അബുൽ അബ്ബാസ് മുർസി എഴുന്നേൽക്കുമ്പോ ബൂസൂരി മുറ്റത്തുണ്ടാവും. വെള്ളം കയ്യിൽ പിടിച്ചിട്ട് മലമൂത്ര വിസർജനം ചെയ്താൽ മനിരിക്കാനും ഓതുണ്ടാക്കാനും അങ്ങനെ ഖിദ്മത്തെടുത്തിട്ട് അബുൽ അബ്ബാസ് മുർസി മരണപ്പെടുന്നതിന് മുമ്പ് ശിഷ്യനോട് ചോദിച്ചതാണ്, മോനെ, നിനക്ക് വേണ്ടി ഞാനൊരു ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദുആ എന്താ, ഞാനത് ദുആയിരുന്നോളാറ്. സുന്നികളുടെ മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. വേറെ ആർക്കും ഇല്ലാത്ത സുന്നികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്. നമ്മോടിപ്പോ ഒരാൾ വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, ആരെടുത്താ പോകുക എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കുക ആൾക്കാരുണ്ടാവും. ആ സമയത്ത് ഒരു മുജാഹിദിനോട് ചെന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടി ഒന്ന് എവിടുക്കപ്പോ പോവാന്ന് ചോദിച്ചാൽ അതിപ്പോ ജനടുത്ത് പോരുന്നോട് അറിയാം. അങ്ങനെയാണ് സംഗതി. ഒരു ജമാഅത്തുകാരനോട് ചെന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടി എന്ന് എവിടുക്ക പോവാന്ന് ചോദിച്ചാൽ, പക്ഷെ സുന്നികൾക്ക് അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് ഒന്ന് ദ്വാരപ്പിക്കേണ്ടി എന്ന് എവിടുക്ക പോകുക എന്ന് ചോദിച്ചാൽ എന്നായിക്കോട്ടെ, നമുക്ക് ഇന്ന ദിവസം പോകാം. ചിലപ്പോൾ ദിവസം പറയാൻ പറ്റും, ഇന്ന ദിവസം പോകാം. അന്ന് ദിവസം വരെ പറഞ്ഞിട്ട് സമയം വരെ പറഞ്ഞിട്ട് പറഞ്ഞേക്കാനും കൊണ്ടുപോകാനും സുന്നികൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, എനിക്ക് വേണ്ടി ഞാൻ ദ്വാരക്കാണ്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, എനിക്ക് മുത്തുനബിയുടെ മദ്ഹ് നിങ്ങളുടെ എഴുതണം. ഞാനങ്ങോട്ട് എഴുതി കഴിഞ്ഞാല് ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ അതിനെ മറികടന്ന് മറ്റൊരാൾ എഴുതരുത് എന്ന് പറഞ്ഞിട്ട് ദ്വാരന്നിട്ട് കിട്ടിയ എഴുത്താണ് ബുർദ ബെയ്ത്ത് പറഞ്ഞ ബെയ്ത്ത്. അതുകൊണ്ട് തന്നെ പല കവിതകളും വന്നെങ്കിലും ബുർദ ബെയ്ത്തിനെ മറികടന്നിട്ടില്ല. ബുർദ ബെയ്ത്തിനെ മറികടക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹ് പറഞ്ഞാൽ അവസാനിക്കില്ലെന്നാണ്. സത്യത്തില് നമ്മൾ എന്തുകൊണ്ട് സുന്നികളായി എന്നുള്ളതിന്റെ ഉത്തരം നമ്മൾ മദ്ഹുൻ നബി കേട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി തെളിവൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാ. ഈ ഇരിക്കണ എല്ലാവരും എല്ലാ കാര്യങ്ങളുടെയും തെളിവ് അറിഞ്ഞിട്ടാണ് ചെയ്യണതെന്ന് അഭിപ്രായമൊന്നും എനിക്കില്ല. ലോകത്ത് 2 തരം മനുഷ്യന്മാരാണ് ഉള്ളതെന്നാണ്. ഒന്ന് അന്വേഷകന്മാർ, മറ്റൊന്ന് ആസ്വാദകന്മാർ. ചില ആൾക്കാര് അന്വേഷകന്മാരാണ്. ഓരിങ്ങനെ അന്വേഷിച്ച് നടക്കും. മൗലൂദ് ഓതാൻ പറ്റോ, മൗലൂദ് ഓതാൻ പറ്റോ, മൗലൂദ് ഓതാൻ പറ്റോ. കാണുന്നവരോടൊക്കെ ചോദിക്കും, ഇർത്തഖബത്ത് പറ്റോ. പറ്റും തീരുമാനമായിട്ട് ഓതാൻ നേരം ഉണ്ടാവില്ല. അതാണ് അന്വേഷകന്മാർ, അതിന്റെ മുമ്പ് മരിക്കും. ചില ആൾക്കാരുണ്ട് ആസ്വാദകന്മാര്. ഓല 1-2 പറ്റിയ ആൾക്കാരോടൊക്കെ ചോദിക്കും, പറ്റും കുട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും. ഇതാണ് ആസ്വാദകന്മാർ. തറാവീന്റെ റക്കായത്ത് തീരുമാനാക്കാൻ നടക്കും. ചിലവരും മരിക്കോളം തീരുമാനമായിട്ട് നിക്കരിച്ചാൽ നേരം ഉണ്ടാവില്ല. ചില ആൾക്കാര് ആരാ പറഞ്ഞത് നോക്കും. ഇന്ന ആള് പറഞ്ഞതാ, അഹമ്മദ് കോയശാലിയാത്തി പറഞ്ഞതാ, എന്നാ പിന്നെ ഞമ്മക്ക് തിരിയായിട്ടും ഓൽക്ക് തിരിഞ്ഞിട്ട് വേണം അങ്ങനെ അങ്ങോട്ട് ചെയ്യാന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാര്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയൊരു പ്രത്യേകത തന്നെയുള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കണത് അബ്ദുൽ ഖാദർ ഫദ്ഫരി റളിയല്ലാഹു അൻഹു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വരക്കൽ ബാലവി, സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു ഒക്കെയാണ്. ഓലൊന്നും ഒരു പണിയില്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ എന്നാ നമുക്ക് സമസ്ത ഉണ്ടാക്കി വെക്കുക എന്ന് തീരുമാനിച്ചതല്ല.
വരക്കൽ മുല്ലക്കോയ തങ്ങൾ വാപ്പ ഒരു പണിയില്ലാതെ അങ്ങനെ ഇരുന്നപ്പോ ഉണ്ടാക്കിയതല്ല. കണ്ണൂർ അറക്കൽ രാജകൊട്ടാരത്തിലെ അന്നത്തെ ഏറ്റവും ശമ്പളം പറ്റുന്ന ജോലിക്കാരനാണ് വരക്കൽ മുല്ലക്കോയ തങ്ങള്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോ ദാഹിച്ചാല് ഇളനീര് കുടിക്കാൻ റോഡ് സൈഡിൽ കൊട്ടാരം വക തെങ്ങ് വെച്ച് പിടിപ്പിച്ചിരുന്ന അത്രയും ദറജുള്ള മനുഷ്യൻ. ഒരു പണിയില്ലാതെ ആത്മീയ രംഗത്തോ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാനായിക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്നാണ്. അപ്പോ അത്രയും പ്രധാനപ്പെട്ട ആളുകൾ. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രത്യേകത ആയിരിക്കും. ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാപനം, അതിനെ സ്ഥാപിച്ച ആളുടെ പ്രത്യേകതയായിരിക്കും. ഇപ്പൊ നമ്മള് മമ്പറം എന്ന് പറയാം. ഇന്നലെ ഞാൻ മമ്പറം സിയാറത്തിന് പോയി. മമ്പറം എന്ന് പറഞ്ഞാല് മമ്പറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവിടെ ഒരു തിരുരങ്ങാടി പുഴ എന്നുണ്ടൊരു പുഴ ഉണ്ട് എന്നോ, പുഴന്റെ മേലെ കൂടെ കഴിഞ്ഞ UDF ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നോ, പാലത്തിന്റെ മേലെ കൂടെ എങ്ങനെ മിനി ബസ് പോണുണ്ടോന്നൊന്നുമല്ല. മമ്പറത്തെ തങ്ങള് പറഞ്ഞ ഒരാളവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നാടിന്റെ പ്രത്യേകത ഒരാളായിരിക്കും. മദീന എന്ന് പറഞ്ഞാല് അജുവ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന ഉണ്ട് എന്നല്ല. മദീന എന്ന് പറഞ്ഞാല് കച്ചവടം ചെയ്താൽ നല്ല ലാഭം കിട്ടുമെന്നല്ല, അവിടുത്തെ വരുമാനത്തിനല്ല വർക്കത്തുണ്ടാവുന്നല്ല. മദീന എന്ന് പറഞ്ഞാൽ മുത്തുനബി അവിടെ കിടക്കുന്നുണ്ട് എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ഥാപനം എടുത്താലും അങ്ങനെ തന്നെയാണ്. ജാമിയ നൂരിയ അറബിക് കോളേജ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആളുടെ പ്രത്യേകതയാണ്. നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആൾക്കാരുടെ പ്രത്യേകതയാണ് അതിനുണ്ടാകുക. ഇതന്നെയാണ് സംഘടനക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിന്റെ ആളാരാ? വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തെ കുത്തുബാണ്. ഒരുപാട് ആളുകൾ ത്വരീഖത്ത് സ്വീകരിച്ച മഹാനാണ്. എന്നാ ദുന്യാവിന് ഒട്ടും കുറവില്ലാത്ത ആളാണ്. മഹാൻ അവർകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ നാട്ടിൽ നിന്ന് ഒരാള് ഹജ്ജിന് പോകണമെങ്കിൽ മുല്ലക്കോയ തങ്ങളോട് പറയാതെ പോകൂല. മുല്ലക്കോയ തങ്ങളോട് പറഞ്ഞിട്ടല്ലാതെ പോകുമായിരുന്നില്ല എന്നുള്ളതാണ്. തെക്കൻ മലബാറാണെങ്കിലും വടക്കൻ മലബാറാണെങ്കിലും ഹജ്ജിന് പോകുന്ന അന്ന് പിന്നെ ഹജ്ജിനും ഉംറക്കും കൂടി ഒന്നിച്ചേ പോകുള്ളൂ. ഉംറക്ക് മാത്രം പോണ പരിപാടി ഇല്ല. ഹജ്ജിനും ഉംറക്കും പോകുമ്പോ മുല്ലക്കോയ തങ്ങളോട് വന്ന് പറഞ്ഞു തോർപ്പിച്ചിട്ടല്ലാതെ ഒരു കാലത്ത് നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഹജ്ജിന് പോയിരുന്നില്ല. അത്രയും പ്രധാനപ്പെട്ട കേരള മുസ്ലിങ്ങളുടെ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും അവസാന വാക്കുമായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങള് പറഞ്ഞത്. മുല്ലക്കോയ തങ്ങളെ പ്രത്യേകത തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രത്യേകത. ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ പിന്നിലുള്ള ആളുടെ പ്രത്യേകതയാണ് അതിനുണ്ടായിരിക്കുക. വിഷയത്തിലേക്ക് മടങ്ങാം. അപ്പം മഹല്ല് തലങ്ങളിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ ഈമാൻ സംരക്ഷിക്കണം എന്നതാണ്. ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ ഈമാന്റെ അടിസ്ഥാനം അറിഞ്ഞിരിക്കണം. ഈമാന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുത്തുനബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാർക്കെല്ലാം ഉണ്ടോ അവരാണ് ഏറ്റവും ഈമാനുള്ള ആൾക്കാര്. അതാർക്ക് കുറയുന്നുണ്ടോ അവർക്ക് ഈമാൻ സ്വാഭാവികമായിട്ടും കുറയും. ഈമാനിന് ചില പ്രത്യേക അടിസ്ഥാനങ്ങളുണ്ട്. ഈമാൻ കാമിലാവും. കാമിലാകുന്ന എല്ലാം നാഖിസാവും. നമ്മളിങ്ങനെ നമ്മളെ പള്ളിയിലൊക്കെ ആരെങ്കിലും മരിച്ചാല് ദിക്ർ ഉണ്ടാവുമല്ലോ. അപ്പൊ ദിക്ർ തുടങ്ങണതിന്റെ മുമ്പ് ഇമാമ് പറയും ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും. 3 ഹദീസുകൾ ഒന്നാക്കിയതാണത്. വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കുക. ഈമാൻ പുതിയതാവും. പുതിയതാണ് എല്ലാ സാധനവും പഴയതാവും. എന്തെല്ലാം സാധനം പുതിയതാവോ അതൊക്കെ പഴയതാവും. അപ്പൊ ഈമാൻ പഴയതാവും, ഈമാൻ പുതിയതാവും. ഈമാൻ കൂടും. അൽക്കഫിലുണ്ടല്ലോ സാദത്തുഹും ഈമാന. അൽക്കഫുകാരെ ചെറുപ്പക്കാരെ പറ്റി പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട് അവർക്ക് ഈമാനിനെ കൂട്ടി. ഈമാൻ കൂടുമെങ്കിൽ ഈമാൻ കുറയും ചെയ്യും. അപ്പൊ ഈമാൻ കൂടും, ഈമാൻ കുറയും, ഈമാൻ ഭംഗിയുള്ളതാകും, ഈമാൻ ഭംഗിയില്ലാത്തതാകും. ഈമാന്റെ കമാലിയത്ത്, ഈമാന്റെ നുഖ്സാനിയത്ത്. ഈമാന്റെ കമാലിയത്ത് ഷഹാദത്ത് കലിമയുടെ 2ാം ഷിക്കിലാണ് കിടക്കുന്നത്.
വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നുള്ളിടത്താണ് ഈമാന്റെ കമാലിയത്ത് കിടക്കുന്നത്. കാമിലായ ഈമാനിന്റെ ഉദാഹരണം മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്താ വിഷയം? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം. ഇത് നമ്മളെ മഹലിലെ ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഓലെ ഈമാൻ സംരക്ഷിക്കപ്പെടും. കഴിഞ്ഞ കാലങ്ങൾ എടുത്താലും വരാൻ പോകുന്ന കാലം എടുത്താലും ഈമാനിൽ ഒരാൾക്ക് സംശയം വരിക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയിലായിരിക്കും ആ സംശയം വരിക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വരുന്ന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു കാര്യം അതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ആ സംശയം വരാം. നബി തങ്ങളുടെ വിവാഹം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ഇങ്ങനെ നബി തങ്ങളുടെ നടപടിക്രമങ്ങൾ, മുത്തുനബിയുടെ വാക്കുകൾ, പുന്നാര നബിയുടെ പ്രവർത്തനങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിലൊക്കെയാണ് വരും കാലത്ത് സംശയം ഉണ്ടാവുക. എന്നോട് ഇപ്പൊ അടുത്തൊരാള് ചോദിച്ച്, ഈ സുർക്ക ധാരാളമായി കൂട്ടിയാല്, സുർക്ക ഉണ്ടല്ലോ, സുർക്ക വിനാഗിരി, സുർക്ക ധാരാളമായി കഴിച്ചാല് ആണുങ്ങൾക്ക് മൂത്രക്കടച്ചിലും ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് വെള്ളപോക്ക് എന്ന് പറഞ്ഞ അസ്ഥിയുരുക്കം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. മുത്തുനബി ആണെങ്കിൽ സുർക്ക കൂട്ടാൻ പറയും ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിൽ എതിരായില്ലേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു വാക്കിൽ ലവലേശം സംശയം വന്നാൽ ഈമാൻ പോകും. എനിക്ക് മനസ്സിലായിട്ടില്ല നോക്കണേന് കുഴപ്പമൊന്നുമില്ല. എന്തേലൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ ഹിക്മത്ത്, എനിക്കത് തിരിയായിട്ട് ഇക്കാരം എന്ന് വെക്കണേന് കുഴപ്പമൊന്നുമില്ല. പടച്ചോനെ പറഞ്ഞോടുത്ത് തെറ്റിയോന്നാവോ എന്ന് തോന്നിയാൽ ഈമാൻ പോയിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും വാക്കുകളിലോ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ ആ വാക്ക് ഉണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചാൽ പ്രശ്നമല്ല കേട്ടോ. ചിലർ പറയും ചില ഹദീസ് ദഈഫാണ് എന്ന് പറയും, മൗദൂ ആണ് എന്ന് പറയും. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നബി ഉദാഹരണമായിട്ട് ഒരു ചോദ്യം നമ്മളെ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സുന്നികളുടേതല്ലാത്ത ഒരു പ്രസിദ്ധീകരണത്തിൽ ഒരിക്കലും ഒരു ചോദ്യം വന്നു. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ എന്നാണ് ചോദ്യം. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്, ശരിയാണോ? ഉത്തരം, പല്ലിയെ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് സ്വഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനുഷിക മൂല്യങ്ങളോട് അത് യോജിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. എന്താ പറഞ്ഞ്? അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോകൂലായിരുന്നു. ആ ഹദീസ് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാലും പോകൂലായിരുന്നു. പറഞ്ഞ എന്തേ? പല്ലിയെ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായ പരമ്പരയിലൂടെ തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ബാക്കി പറയണ്ട, അതിന്റെ മുമ്പ് തന്നെ ആള് പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും വാക്കിലോ പ്രവർത്തനങ്ങളിലോ സമീപനങ്ങളിലോ ലവലേശം സംശയം വന്നാൽ ഇസ്ലാം ദീനിൽ നിന്ന് അവൻ പോയിരിക്കും. ഇതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഈമാന്റെ അസ്ല് എന്ന് പറഞ്ഞത്. ഇത് നമ്മളെ ആൾക്കാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഓല ഈമാൻ പോകും, ഓല ഈമാൻ പോയിരിക്കും. അപ്പൊ സംശയങ്ങൾ വരാം, അതിന് കുഴപ്പമില്ല. പക്ഷെ എനിക്കത് മനസ്സിലാകായിട്ട് ഇക്കാരം എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. പടച്ചോനെ എന്തേലും അബദ്ധം പറ്റിയോന്ന് ആ റബ്ബേന്ന് തോന്നാൻ പാടില്ല. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പന തോട്ടത്തിൽ ചെന്നു. അപ്പൊ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി. നബി തങ്ങളെ കണ്ടപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ഒരാട്ടിടയന്റെ കൂടെ ശയ്യയിൽ കിടന്നുറങ്ങാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു എന്നാണ്. അല്ലാ, എന്തുണ്ടായിന്നാവോന്ന് തോന്നിയാ മതി, സംഗതി പോയി. ഇന്റെ നബിന്റെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവൂലെന്ന് തോന്നുകയാണെങ്കിൽ ഈമാൻ പോവില്ല. ഇതാണ് അസ്ലി. ഇത് നമ്മളെ മഹല്ലത്തേർക്ക് എത്രത്തോളം ഉണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പുണ്യനബിയോടുള്ള താല്പര്യം, അതാണ് ഈമാന്റെ അസ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ലവലേശം സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്താ സംഭവം? സംഭവം ഒന്നുമില്ല. നബിതങ്ങൾ മദീനയിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാള് നബിതങ്ങൾ വന്നേക്കിന് മോളോട് പറഞ്ഞു, മദീനത്തൊരു രാജാവ് വന്നിട്ടുണ്ട്, ഞാൻ അന്നെ മദീനത്തെ രാജാവിനെ കൊണ്ട് കെട്ടിക്കട്ടെ ചോദിച്ചു.
മോള് പറഞ്ഞു രാജാവിനെ കൊണ്ടല്ലേ കെട്ടിച്ചോളി പറഞ്ഞു. അങ്ങനെ നിക്കാഹ് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പുതിയാപ്പള. നബി തങ്ങൾ കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിലാണ്. ഈത്തപ്പനത്തോട്ടത്തിലാണ് പന്തലിട്ടിരുന്നത് നടത്താൻ. നമ്മൾ തെങ്ങും തോട്ടത്തിൽ ഇട്ട മാതിരി ഈത്തപ്പനത്തോട്ടത്തിലാണ് ഇട്ടിരുന്നത്. പെണ്ണിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബത്തും ഉണ്ട്. സൽക്കാരൊക്കെ നടക്കുകയാണ്. അവിടെ വെച്ച് ഈ പെണ്ണ് ആദ്യമായി ഭർത്താവായ മുത്തുനബിനെ കാണുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ പറഞ്ഞിരുന്നത് മദീനത്തെ രാജാവാന്നാണ്. കണ്ടു നോക്കുമ്പോ രാജാവല്ല എന്ന് തോന്നിയപ്പോ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്നോട് രാജാവിനെ കൊണ്ട് കെട്ടിക്കാന്നല്ലേ പറഞ്ഞിരുന്നത്, ഇത് ഇവിടുത്തെ രാജാവൊന്നല്ലല്ലോ എന്ന് വിവരം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ നിങ്ങൾ ഓക്കെ ഇദ്ധരിക്കല്ല തുണിങ്ങുപ്പായും കൊടുത്താളി അറിഞ്ഞാണ്ട് ത്വലാഖ് ചൊല്ലി പറഞ്ഞയച്ചു എന്നാണ് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പമില്ല എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതിന്റെ മുമ്പ് ഇമാം പോകാൻ പാടില്ല. ഇതാണ് സംഗതി. അതിന്റെ മുമ്പ് നമ്മൾ ഇമാം പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോ ഓരോ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. സുർക്കന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. സുർക്ക് ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിൽ വന്നപ്പോ ഭക്ഷണം എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ റൊട്ടിയാണ് ഉള്ളതെന്ന് പറഞ്ഞു. റൊട്ടിക്ക് എന്തേലും കൂട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൂട്ടാൻ സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുപോവാന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ അതിന് കിട്ടുന്നത് വേറൊന്നും ഇല്ലെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണെന്നാണ്. അല്ലാതെ എപ്പോഴും സുർക്ക കൂട്ടണം എന്നതിന് കിട്ടൂല. വേറെ വിഷയം ഞങ്ങളുടെ അതിന്റെ കൂട്ടത്തിൽ പറയാം. ഏത് ഹദീസിൽ സംശയം തോന്നിയാലും അതേ ഹദീസ് ആയിക്കെന്ന് പഠിക്കണം വേണ്ടേ. കാരണം ഹദീസ് എന്ന് പറഞ്ഞത് വഹീന്റെ ഇൽമാണ്. അതിലുള്ള സംശയങ്ങളുടെ മറുപടി അതിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഏത് ഹദീസിൽ സംശയം തോന്നിയാലും ഈ ഹദീസ് എവിടെയുള്ളത്, ആരാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിന്റെ മുഴുവൻ രൂപം, ഏത് സാഹചര്യത്തിലാണ് ആ സംസാരം ഉണ്ടായിട്ടുള്ളത് എന്നത് പരിശോധിക്കണം. പിന്നെ ഹദീസുകളൊക്കെ ലൈഫാക്കണ ഒരു പരിപാടി ഇന്ന് വളരെ കൂടുതലായിട്ടുണ്ട്. നമ്മൾ ഏത് ഹദീസ് ഇപ്പൊ നെറ്റിലടിച്ചാലും ആദ്യം ഗൈറു സഹിയാണ് എന്നാ വരിക. അതെന്താ വെച്ചാൽ അതിൽ വലിയൊരു കൈകടത്തൽ നടന്നിട്ടുണ്ട്. കുറേ ഹദീസ് ലൈഫായി കിട്ടിയാൽ കുറച്ച് ആൾക്കാർക്ക് പിടിച്ചിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്നാൽ ചിലതൊക്കെ അങ്ങനെ ഇല്ലായി ഇല്ല. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഈ പിന്നെ മഹല്ല സംഗമങ്ങളിലൊക്കെ ഓതാറുള്ള ഒരു ഹദീസ് ഉണ്ട്. സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹന്നാസു കുല്ലു വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉമറാഉ അൽ ഉലമാഉ വൽ ഉമറാ എന്ന് പറയുന്നത്. ഫൈദുൽ ഖദീറിലെ ബഹുമാനപ്പെട്ട അബ്ദുർ റഊഫ് നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ സനദിൽ ളുഅഫുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം, അതിന്റെ ആശയത്തിൽ ഒരു പ്രശ്നമില്ല. അതിന്റെ സനദിലൊരു ളുഅഫുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കി കൊടുത്തൊരു പ്രശ്നമുണ്ട്. സമൂഹത്തിലെ രണ്ട് വിഭാഗം നന്നായാൽ എല്ലാവരും നന്നാവും, സമൂഹത്തിലെ രണ്ട് വിഭാഗം കേടെന്നാൽ എല്ലാവരും കേടുവരും. അൽ ഉലമാ ഓ വൽ ഉമറാ ഓ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് ഉലമാഇന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ജാഹിലിങ്ങളെ ഇക്കാരെന്നാണ്. അല്ലുലമാവു എന്ന് പറഞ്ഞാൽ വിവരമുള്ളവര്, അപ്പൊ അല്ല ഉമറാവു എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവരെന്ന് നമ്മൾ വിചാരിച്ചേ. സത്യത്തിൽ അങ്ങനല്ല. ഉമറാ എന്ന് പറഞ്ഞ ആദ്യത്തെ ഉമറാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബാണ് റളിയല്ലാഹു അൻഹു. അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ട ആൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന് മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ എന്നാണ് വിളിച്ചിരുന്നത്. ഖലീഫത്തു റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ എന്നാണ് വിളിച്ചത്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോ ഖലീഫത്തു റസൂലില്ലാ എന്ന് വിളിച്ചു. മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയുടെ പ്രതിനിധി. അപ്പൊ ഇതിങ്ങനെ പേര് വലുതായി വരികയാണല്ലോ. അപ്പൊ അതെന്താ കാട്ടുക എന്നുള്ള ഒരു ചർച്ചക്കൊടുവിലും ചുരുക്കി വിളിക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും ഒരു പേരായിക്കോട്ടെ, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചു. അതാണ് പിന്നെ നമ്മൾ ഉമറാ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗതി. അപ്പൊ ഉമറാ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വിവരമില്ലാത്തവർ എന്നല്ല, ഉലമാ തന്നെയാണ് യഥാർത്ഥത്തിൽ ഉമറാ. പിന്നെ അവിടെ വേറൊരു കാര്യം എന്താ വെച്ചാല് എല്ലാ ഉലമാവും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നില്ല. കാര്യങ്ങളെ, വിഷയങ്ങളെ അപഗ്രഥിച്ച് മനസ്സിലാക്കി നിയമം പറയുന്നവരും അത് നടപ്പിൽ വരുത്തുന്നവരും എന്നതാണ് ഉലമാ കൊണ്ടും ഉമറാ കൊണ്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഉലമാന്റെ തീരുമാനത്തെ നടപ്പിൽ വരുത്തുക, ഇതാണ് ഉലമാവും ഉമറാവും നന്നാ പറഞ്ഞാല്.
അല്ലാതെ ഉലമാവും ഉമറാവും നന്നാകുക എന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ ഓലങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ചോറൊക്കെ കഴിച്ചങ്ങാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുങ്ങാണ്ട് എന്നല്ല ഈ നന്നാവല്. ഉലമാ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉമറാക്കൾ, അതാണ് അല്ലുലമാ ഉൽ ഉമറാ. ഓര് രണ്ടാളും നന്നാകുക എന്ന് പറഞ്ഞാൽ ഇതാണ് നന്നാവല്. ഉലമാഇന്റെ നിർദ്ദേശം നടപ്പിൽ വരുത്തുന്ന ഉമറാക്കളാവലാണ് ഈ നന്നാവൽ. അങ്ങനെ ഉണ്ടായാൽ സമൂഹം നന്നായി, ഇല്ലെങ്കിൽ സമൂഹം കേടുവരും എന്നാണ്. ഹദീസിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് ആ ഹദീസ് ഓർമ്മ വന്നതും ഇവിടെ സാന്ദർഭികമായും പറയേണ്ടതുമായ ഒന്നായതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ മുഅ്മിനീങ്ങളെ, ഒന്നാമത്തെ കാര്യം, ഒരു മഹല്ലിലെ ആളുകളുടെ ഈമാൻ സംരക്ഷിക്കണം. ഈമാൻ സംരക്ഷിക്കണമെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖൽബിൽ വലുതായിരിക്കണം. അത് കുറഞ്ഞാൽ ഈമാൻ കുറയും. രണ്ടാമത്തെ കാര്യം, ഇൽമിനെ സംരക്ഷിക്കണം. ഈ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പഴയകാല പരിപാടികളൊക്കെ ഉള്ളത്. ഇപ്പൊ മങ്കൂസ് മൗലിദ് ഈമാൻ സംരക്ഷിക്കാനുള്ളതാണ്. ഷറഫൽ അനാം മൗലിദ് ഈമാൻ സംരക്ഷിക്കാനുള്ളതാണ്. ബുർദ ബൈത്ത് ഈമാൻ സംരക്ഷിക്കാനുള്ളതാണ്. ചിലപ്പോ നമുക്കിങ്ങനെ വിമർശകന്മാര് പറഞ്ഞാട്ടാൽ ഇതൊക്കെ നമ്മൾ ഈ മലബാറിൽ മാത്രമുള്ള പരിപാടിയാന്ന് തോന്നും. ഷറഫൽ അനാമിന്റെ രചയിതാവ് എന്നത് ഇന്ത്യക്കാരനല്ല. ബുർദ ബൈത്തിന്റെ രചയിതാവ് ഇന്ത്യക്കാരനല്ല. അതൊന്നും ഇന്ത്യക്കാരുടേതല്ല, അതൊക്കെ പുറത്തുള്ളതാണ്. ഇന്ത്യയിലും ഉണ്ട്. എന്നാൽ ഉമർ ഖാദി റളിയല്ലാഹുവിന് ഇന്ത്യക്കാരനല്ലായില്ല. മങ്കൂസ് മൗലിദിന്റെ രചയിതാവായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനു ഇന്ത്യക്കാരൻ തന്നെയാണ്, കേരളക്കാരൻ തന്നെയാണ്, അല്ലായില്ല. ഇങ്ങനെയുണ്ട്. അല്ലഫൽ അലിമിന്റെ രചയിതാവ് മലയാളിയല്ല. അല്ലഫൽ അലിമിന്റെ രചയിതാവ് തമിഴ്നാട്ടുകാരനാണ്. അപ്പൊ അത് കേരളത്തിലോ മലബാറിലോ മാത്രമുള്ള ചില പരിപാടിയാണ്. ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പം ചില തെറ്റിദ്ധാരണകൾ തോന്നിയിട്ടുണ്ടാവും. ഒരിക്കലും അങ്ങനെയല്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എവിടെയെല്ലാം നിലനിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇഷ്ക് മഹബത്തിന്റെ പേരിലാണ് നിലനിൽക്കുന്നത്. ഒരു വാക്കുകൂടിയും പറഞ്ഞിട്ട് ഞാൻ അടുത്തയിലേക്ക് പോകാം. സത്യത്തില് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഇഷ്കിന്റെ പ്രഖ്യാപനം. നമ്മൾ എന്തെങ്കിലും ഒരു ഇടങ്ങേറുണ്ടായ എന്താ കേട്ടാ, ബാങ്ക് കൊടുക്കും. ബാങ്ക് ശരിക്ക് ഇഷ്കിന്റെ പ്രഖ്യാപനാണ്. അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് എന്ന് വിളിച്ചു പറയലല്ല ബാങ്ക്. അങ്ങനെയാണെങ്കിൽ നൂഹ് നബിക്ക് ബാങ്ക് വേണം. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ബാങ്ക് വേണം, മൂസാ നബിക്ക് ബാങ്ക് വേണം, ഈസാ നബിക്ക് ബാങ്ക് വേണം. ഓൽക്കൊന്നും ബാങ്കില്ല. എന്തേ കാരണം? അള്ളാഹു അക്ബർ വിളിച്ചു പറയലല്ല ഉദ്ദേശം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയലുമല്ല ഉദ്ദേശം. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് ബാങ്ക്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇഷ്കിന്റെ പ്രഖ്യാപനാണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികൾ 10 ലക്ഷത്തിലധികം ആളുകളെയും കൊണ്ട് കടൽ കടന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ പോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശമുണ്ടായപ്പോ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ ഒപ്പം പോരോ യുദ്ധത്തിന് എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതില ഇന്നാ ഹൗനാ ഖായിദൂൻ. മൂസേ, ഇജ്ജു അന്റെ പടച്ചോനും കൂടിയും പോയിട്ട് യുദ്ധം ചെയ്തുങ്ങാണ്ട് വന്നു, ഞാൻ നിങ്ങളിവിടെ കാത്തുക്കാറുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂജാഹിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട്, നമ്മൾ എന്താ കാട്ടേണ്ടത് എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, നബിയെ, നിങ്ങളിപ്പോ കടലിൽ പോയിട്ടാണ്ട് ചാടണം എന്ന് പറഞ്ഞാല് ഇപ്പൊ തന്നെ വേണോന്ന് ഞങ്ങൾ ചോദിക്കൂല, അതിന്റെ മുമ്പ് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇതാണ് ഇഷ്കിന്റെ പ്രഖ്യാപനം. അതാണ് ഈ ഉമ്മത്തിന്റെ കരുത്ത്. ഇഷ്ക് എവിടെയൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടോ അവിടൊക്കെ ഉമ്മത്തിന്റെ കരുത്തുണ്ട്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു കരുത്താണ് ബാങ്ക്. കാരണം അത് അല്ലാഹു അക്ബറിന്റെ പ്രത്യേകതയല്ല, പ്രഖ്യാപനമല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല. അങ്ങനാണെങ്കിൽ അത് മൂസാ നബിക്കും വേണ്ടതാണ്, അത് ഈസാ നബിക്കും വേണ്ടതാണ്. അവർക്ക് ബാങ്കില്ല, അവർക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, മുൻകഴിഞ്ഞ അമ്പിയാക്കൾക്ക് ബാങ്കില്ല. അത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ്. അപ്പോൾ അത് അല്ലാഹു അക്ബറിന്റെ പ്രഖ്യാപനമല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ആശിഖിനാണ് ആ ഡ്യൂട്ടി കൊടുത്തത്. സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. മുത്തുനബി വഫാത്തായപ്പോ ബിലാൽ പറഞ്ഞു, ഞാൻ ബാങ്ക് കൊടുക്കൂല. നബി തങ്ങളായിട്ടാണ് അതിന് ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ബിലാല് മുത്തുനബി വഫാത്തായപ്പോ പറഞ്ഞത്, ഞാൻ ബാങ്ക് കൊടുക്കൂല.
കൊടുത്തില്ല. മഹാനവറുകൾ യാത്രയായി തിരിച്ചു വന്നു. 2 തവണ വന്നു എന്ന അഭിപ്രായമുണ്ട്, 3 തവണ വന്നു എന്ന അഭിപ്രായമുണ്ട്, ഒറ്റ തവണ വന്നു എന്ന അഭിപ്രായമുണ്ട്. മദീനക്കാര് ബാങ്ക് കൊടുക്കാൻ നിർബന്ധിച്ചു. ബിലാൽ തയ്യാറായില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് കൊടുക്കുകയായിരുന്നു. അഹ്ലു ബൈത്ത് പറഞ്ഞല്ലേ എന്ന് കരുതിയിട്ട് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി. അല്ലാഹു അക്ബർ പറയാൻ ഒരു പ്രയാസമില്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഒരു പ്രയാസമില്ല. പ്രയാസമുള്ളത് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാനാണ്. അവിടെ എത്തിയപ്പോ ബോധം കെട്ടാണ്ട് വീണു. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഈ ഉമ്മത്തിന്റെ കരുത്താണ് ബാങ്ക്. അതുകൊണ്ട് ഇഷ്കിനെ പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റുമോ? ഈ ഉമ്മത്തിന് വലിയ കരുത്തുണ്ടാവും. അതാണ് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന സംഗതി. അതാണ് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ചിലയിടത്തൊക്കെ എങ്ങനെ വയനാടിന്റെ പശ്ചാത്തലത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. വയനാട് അങ്ങനത്തെ പ്രശ്നമില്ല. അവിടെ ഇപ്പൊ സിനിമകൾ തുറക്കുന്നുണ്ട്, അവിടെ ടർഫ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തോന്നുകയാണ്, ശരിക്കും എന്താ വേണ്ടത്? ഒന്നുകൂടി ഉഷാറിൽ നടത്തിയിട്ട് ഓൽക്ക് വേണ്ടി തുറക്കണം. അതല്ല ശരിക്കും വേണ്ടത്. ഒന്നുകൂടി ഉഷാറിലാണ് നടത്തിയിട്ട് ഓൽക്ക് ഇത് ഉഷാറിൽ നടത്തിയല്ലേ ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടത്. അതല്ല ഇപ്പൊ ഈ സത്യവിശ്വാസം എന്ന് പറയുന്നത്. അത് ഞമ്മക്കും വിശ്വാസം പോണുണ്ടോ എന്നൊരു തോന്നല്. നമുക്കിങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞുങ്ങാണ്ട് ഞമ്മക്കും കുറയുണ്ടോ എന്നൊരു തോന്നല്. മുത്തുനബിനോടുള്ള ബന്ധമല്ലാതെ മുഅ്മിനിനെ സംബന്ധിച്ച് വേറൊരു വിജയമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും, എല്ലാ വിഷയങ്ങളും, എല്ലാ സംഗതികളും വിജയിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും വിജയിച്ചിട്ടുണ്ട്. ഉത്ബത്ത് റളിയല്ലാഹു അൻഹു എന്നൊരു സഹാബി വര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നു പോയാല് പോണ വഴിക്ക് ഒരു വാസന ഉണ്ടാവും, ഒരു സുഗന്ധം. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മാസിമിനോട് ചോദിച്ചു, നിങ്ങളെ ഭർത്താവ് എവിടെയും വന്നാല് നടക്കണോടത്തൊരു സുഗന്ധം ഉണ്ടല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. ഉമ്മാസിം പറഞ്ഞു, ഞാൻ മൂപ്പരോടന്നെ ചോദിച്ചിട്ടുണ്ട് അത് പറഞ്ഞു. ഞാൻ മൂപ്പരോടന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന എന്താ ഒരു വാസന എന്ന് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു, എന്നെ ഒരിക്കൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ തേനീച്ച കുത്തി. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ഒരിക്കലും തേനീച്ച കുത്തി. അങ്ങനെ എന്നെ നബി തങ്ങളുടെ ഹദറത്തിൽ കൊണ്ടുപോയി. ഞാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേദനയുടെ വിഷമം പറഞ്ഞപ്പോ എന്റെ കുപ്പായം കഴിച്ചിട്ട് നബി തങ്ങളൊന്നിങ്ങനെ തടവി തന്നതാണ്. മരണം വരെ ബഹുമാനപ്പെട്ട ഉത്ബത്ത് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിയിൽ മുഴുവനും സുഗന്ധമുണ്ടായിരുന്നു. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാല് റോസാപ്പൂവിന്റെ മണമുണ്ടായിരുന്നു എന്നാണ്. 10 വയസ്സ് തികയുന്നതിന് മുമ്പൊരിക്കൽ തന്റെ എളാപ്പ മുത്തുനബിയുടെ അടുക്കൽ കൊണ്ടുചെന്നപ്പോ കവിളിൽ ഉമ്മ വെച്ചതായിരുന്നു. കാരണം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണ് എന്നും കൂടി പറഞ്ഞാൽ ഈമാൻ പോണോടത്ത് പിന്നെ അഡ്രസ് ഉണ്ടാവില്ല. ഇതന്നെ സംഗതി. പുണ്യനബിയോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അത് പ്രചരിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഇൽമിന്റെ സംരക്ഷണമാണ്. മഹല്ലത്തിലെ ആളുകളുടെ വിവരം സംരക്ഷിക്കണം. വിവരം ഉണ്ടായാൽ പോരാ, വിവരത്തിന് പരിപാലനം വേണം. യുക്തിവാദിയാകണത് വിവരമില്ലാത്തവരല്ലല്ലോ. നിരീശ്വരവാദിയാകണത് വിവരമില്ലാത്തവരല്ല. സർവമത സത്യവാദിയായത് വിവരമില്ലാത്തവരല്ല. സ്ത്രീ പക്ഷപാതിയായത് വിവരമില്ലാത്തവരല്ല. ലിബറലിസ്റ്റ് ആയത് വിവരമില്ലാത്തവരല്ല. മുബത്തദിയായത് വിവരമില്ലാത്തവരല്ല. എന്താ കാര്യം? വിവരം ഉണ്ടായത് കൊണ്ടായില്ല, വിവരം സംരക്ഷിക്കപ്പെടണം. വിവരം സംരക്ഷിക്കപ്പെടുന്നതിനാണ് നാഫിയായ ഇൽമ് എന്ന് നമ്മൾ പറയണത്. നാഫി ആയ ഇൽമല്ല, ശരിക്ക് നാഫി ആയ മനുഷ്യനാണ്. നാഫി ആയ മനുഷ്യൻ പഠിക്കുന്ന ഏത് വിവരവും നാഫി ആയിരിക്കും. ഉപകാരമുള്ള ഒരു മനുഷ്യന് മൈക്ക നന്നാക്കാൻ പഠിഞ്ഞാൽ അത് ഉപകാരമുള്ള വിവരമായിരിക്കും. ഉപദ്രവമുള്ള മനുഷ്യന് ഖുർആൻ 30 കാണാതെ പഠിച്ചിട്ട് വേലൊരു ബാഖിയാത്തു സ്വാലിഹാത്ത് നിന്ന് നല്ല മാർക്കും കിട്ടിയിട്ട് മൂപ്പർക്ക് അവസാനം തിരിഞ്ഞത് നിക്കാരം 3 എണ്ണം എന്നാണ്. അയാളെ പേരാണ് ചേകനൂർ മൗലവി പറഞ്ഞത്. പഠിച്ചത് ഖുർആനല്ലായിട്ടല്ല, ആള് ചേകനൂരായതാണ് പ്രശ്നം. ഇൽമല്ല 2 എണ്ണം, ആള് 2 എണ്ണമാണ്. ആള് നാഫി ആണെങ്കിൽ അയാൾ പഠിക്കുന്ന എല്ലാ വിവരവും നാഫിയ ഇൽമായിരിക്കും. അതുകൊണ്ട് ഇൽമിന്റെ സംരക്ഷണം ഉണ്ടാവണമെങ്കിൽ ആളെ നാഫിയാക്കി മാറ്റണം. അപ്പോഴാണ് അയാളുടെ ഇൽമിന് സംരക്ഷണം ഉണ്ടാകുക.
ആള് നാഫിയായി മാറണമെങ്കിൽ അയാളുടെ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. ഭൗതിക തലം എത്ര ഉയർന്നു പോകുന്നോ അതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. രണ്ടും ഉയർന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. 3-ാം ക്ലാസ് മദ്രസയിലും പോയി, 3-ാം ക്ലാസ് സ്കൂളിലും പോയി, തെങ്ങുമ്മ കയറാനും അറിയാം, കൊത്തി കളക്കാനും അറിയാം, കന്നൂട്ടാനും അറിയാം, പയ്യനെ കറക്കാനും അറിയാം. 3-ാം ക്ലാസ് മദ്രസും 3-ാം ക്ലാസ് സ്കൂളും. ഒരു ദിവസം പയ്യനെ കറന്നങ്ങാണ്ട് ഇങ്ങനെ വരുമ്പോ അവനോട് ചോദിച്ചു, അല്ല അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചു. ദേശം അടുത്തേക്കൊണ്ട് വാനക്കി അപ്പൊ കാണിച്ചു തരാറി. ഓന്റെ ഇമാൻ പോവില്ലല്ലോ. ഓന്റെ ഇമാനല്ല പോണത് വിവരമുള്ളവന്റെ. എന്താ കാര്യം? ഭൗതിക തലം വളർന്നു, ആത്മീയ തലം 5-ാം ക്ലാസ്സിലെ റബീഉൽ അവ്വൽ 12-ന്റെ ഫ്രെയിം ചെയ്ത് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങി. ഭൗതിക തലം വളരുന്നുണ്ട്, ആത്മീയ തലം വളരുന്നില്ല. പുതിയ തലമുറയുടെ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാളില്ല എന്നുള്ളതാണ്. ഉസ്താദ്മാരൊക്കെ കുറെ ഉണ്ട്. അന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാല് ഇന്റെ ഉസ്താദ് ഇപ്പോ ആ പാലത്തിന്റെ അപ്പുറത്തുനിന്ന് വന്നിരുന്ന ആളായിരുന്നു പറഞ്ഞു. പാലത്തിന്റെ അപ്പുറത്തുനിന്ന് വല്ല തവള എന്തേലും വന്നിട്ടുണ്ടാവും. ഉസ്താദിന്റെ പേരുകൾ പറയണം, നാടും ഇങ്ങോട്ട് പറയണം. ഓർമ്മയില്ല എന്നില്ലായിട്ട് അല്ല, ബന്ധമില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് 55 വയസ്സുള്ള ഒരാൾ, 60 വയസ്സുള്ള ഒരാൾ വിളിച്ചിട്ട് അന്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മൈമൂലരാണ് അറിയും. അതാണ് ധൈര്യം. പുതിയ തലമുറക്ക് ഇല്ല. അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ. ഇൽമിന്റെ സംരക്ഷണം ഉണ്ടാവണമെങ്കിൽ ഭൗതിക തലം വളരുമ്പോൾ അയാൾക്ക് സംശയം വന്നുകൊണ്ടിരിക്കും. ആ സംശയം തീർത്തു കൊടുക്കാൻ ആവശ്യമായ സംവിധാനം വേണം. മദ്രസ വേണം. 10-ാം ക്ലാസ് ഉണ്ട്, 12-ാം ക്ലാസ് ഉണ്ട്. ഇനി അതൊന്നും പോരാ, ചെറുപ്പക്കാർക്ക് വേറെ ക്ലാസ്, ചെറുപ്പക്കാരികൾക്ക് വേറെ ക്ലാസ്, ഡോക്ടർമാർക്ക് വേറെ, എഞ്ചിനീയർമാർക്ക് വേറെ, അങ്ങനെ അഭ്യസ്ത വിദ്യർക്ക് വേറെ, ഒഴിവിനനുസരിച്ച് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സ്ഥിരമായ മഹല്ലത്തുകളില് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന സംവിധാനം വേണം. ഒരു നല്ല വിദ്യാഭ്യാസ സമിതി നാടുകളിൽ വേണം. ആ വിദ്യാഭ്യാസ സമിതിയുടെ കീഴിൽ ഭൗതിക രംഗത്ത് പഠിക്കുന്നവരുടെ ഒഴിവനുസരിച്ച് നല്ല ക്ലാസ്സുകൾ വേണം. അവർക്ക് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കണം. ഈ സംശയത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു 4 സംശയത്തിന് മറുപടി കിട്ടിയാലേ എല്ലാത്തിനും മറുപടി ഉണ്ട് എന്ന് മനസ്സിലാവും. ആ 4 മറുപടി കിട്ടിയില്ലെങ്കിൽ ഒക്കെ അങ്ങനെ തന്നെ കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. ഇന്നത്തെ സമൂഹത്തിന് പറ്റിയത് അതാണ്. ഒരു 4 ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി കിട്ടാത്തതാണ് പ്രശ്നം. 4 കിട്ടിയാല് എന്നാ ബാക്കിയൊക്കെ അതേമാതിരി മറുപടി ഉണ്ടാവും എന്ന് മനസ്സിലാവും. ഇപ്പൊ ഞാൻ 2 പറഞ്ഞല്ലോ നിങ്ങളോട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പനം തോട്ടത്തിൽ ചെന്നപ്പോ പെണ്ണിനെ കണ്ടു. ഇനി അങ്ങനത്തെ ഒരു കാര്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതാ ഹദീസ് ഒന്നുകൂടി നോക്കിയാൽ മതിയാവുന്ന്. ഒരു 5-8 കാര്യത്തിന് മറുപടി കിട്ടിയാൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കാ. അല്ലെങ്കിലും എല്ലാറ്റിനും മറുപടി ഒന്നും വേണ്ട, അതൊരു തൗഫീഖാണ്. ഈമാൻ എന്ന് പറയുന്നത് ദാലിക ഫദ്ലുല്ലാഹി യൂതിഹി മൻ യശാ, അത് വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ഇങ്ങനെ മുഖം വെക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൽമിന്റെ സംരക്ഷണം നടക്കണം. ഇൽമിന്റെ സംരക്ഷണം നടക്കണമെങ്കിൽ 1, ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം. 2, ഗുരുനാഥന്മാരെ ആദരിക്കണം. 3, ഭൗതിക വിദ്യാഭ്യാസത്തിനനുസരിച്ച് ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. 2 ഇല്ലെങ്കിൽ ഒരു കുഴപ്പം പറ്റൂല, 2 ഉണ്ടായാലും ഒരു കുഴപ്പം പറ്റൂല. ഏതെങ്കിലും ഒന്നായാലാണ് പ്രശ്നം. ഭൗതിക തലം വളരുമ്പോൾ സംശയങ്ങൾ കൂടി വരും. നമ്മളെ മദ്രസയിലൊക്കെ പാഠപുസ്തകം അതിനനുസരിച്ചാണ് തയ്യാറാക്കിയത്. 10-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ മറികടക്കുന്ന തരത്തിലാണ് 10-ാം ക്ലാസ് വരെയുള്ള ബുക്ക്. 12-ാം ക്ലാസ് +1 +2 എത്തുമ്പോ അപ്പോൾ വരാവുന്ന സംശയങ്ങളെ കൂടി മറികടക്കുന്ന തരത്തിൽ 12-ാം ക്ലാസ്സിലെ ബുക്ക്. നമ്മള് 50 കുട്ടികൾ 1-ാം ക്ലാസ് ചേർന്നാല് 10-ാം ക്ലാസ്സിൽ 5 കുട്ടികളെ ഉള്ളൂ. കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ്. മരിച്ചതൊന്നല്ല, വേണ്ടാന്ന് വെച്ചതാണ്. അതാണ് സംഭവം. ഇതന്നെ സംഗതി. കുറച്ചു നേരം കിട്ടിയാലും മതിയായിരുന്നു, ദേശം നേരം. ആ സംശയം ഒന്നാട് തീർന്നു കിട്ടാൻ 2-3 സംശയം തീരുമ്പോ എന്റെ എല്ലാ സംശയവും ഇന്റെ സംശയം മാത്രമാണ്, ഇതിനൊക്കെ മറുപടി ഉണ്ട് എന്നൊരു ബോധം വരും. ആ ബോധം വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? അത് വന്നില്ലെങ്കിൽ ഇതൊക്കെ മൂല്യന്മാര് വെറുതെ പറയുന്ന ഇക്കാരം തോന്നും. നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളാണ്. മുൻഗാമികളുടെ താരീഖ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ പരിശോധിച്ച് നോക്കി. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു സുന്നിയാണല്ലോ.
ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു സുന്നിയാണല്ലോ, അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു സുന്നിയാണല്ലോ, ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു സുന്നിയാണല്ലോ, ഷാഫി ഇമാമു സുന്നിയാണല്ലോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സുന്നിയാണല്ലോ, മമ്പർത്ത തങ്ങൾ സുന്നിയാണല്ലോ. ഇങ്ങനെ നമുക്ക് എടുത്തു പറയാവുന്ന ഏതൊക്കെ പേരുണ്ടോ, ഗസാലി ഇമാമു സുന്നിയാണല്ലോ. ഏതെല്ലാം പേര് മനുഷ്യന്മാരുടെ ഇടയിൽ പറയാൻ പറ്റുമോ അതൊക്കെ സുന്നിയാണെന്ന് മനസ്സിലാവും. മുൻഗാമികളുടെ താരീഖ് പഠിച്ചാൽ അങ്ങനെ ഒരു ഗുണം കിട്ടും. അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കണം, അഭ്യസ്തവിദ്യരായ ആളുകളെ സംഘടിപ്പിക്കണം, ഓല ഒഴിവിനനുസരിച്ച് പരിപാടികൾ വെക്കണം. പിന്നെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാല് ഓല് ഇങ്ങോട്ട് വരുമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടി വരും. അത് ഇന്നാള് സംഘടിപ്പിച്ചിട്ട് ആകെ 10 ആളാ വന്ന്, 10 ആള് വന്നില്ലേ. കൗസല്യാദം പറഞ്ഞിട്ടുണ്ട് 5 ആളെ പഠിപ്പിച്ചാൽ 50 പേര് നന്നാവുമെന്ന്. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. 5 പേരെ പഠിപ്പിച്ചാൽ 50 പേര് നന്നാവും. 5000 ആളുകളോട് പ്രഭാഷണം നടത്തിയാൽ അത് കാരണം 50,000 ആളുകൾ നന്നാവുന്നുണ്ട് എന്നാണ് ഗൗസുൽ സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 40 കൊല്ലം വയല് പറഞ്ഞിട്ടുണ്ട് മുഹ്യിദ്ദീൻ ശൈഖ്. 40 കൊല്ലം, 40 ഇറ്റാണ്ടോളം വയല് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. തന്നെ 65ഓളം കൊല്ലം കച്ചവടം ചെയ്തിട്ടുണ്ട്. 25 വർഷത്തിലധികം മഹാനവറുകൾ ദർസ് നടത്തിയിട്ടുണ്ട്. 25 കൊല്ലം നാട്ടിൽ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. 25 കൊല്ലം വിദേശത്ത് പഠനം നടത്തിയിട്ടുണ്ട്. എല്ലാം കൂടിയും കൂട്ടിയാൽ 90 ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം മഹാനവറുകൾ 90 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ പലതും ഒപ്പം ചെയ്തതാണ്. അപ്പോഴേ കൂട്ടിയാൽ 90 ആവുള്ളൂ, അല്ലെങ്കിൽ 90ന് മേലെ പോകും. കച്ചവടം തന്നെ 65 കൊല്ലുണ്ട്, 40 കൊല്ലത്തെ വയതുണ്ട്, അപ്പൊ തന്നെ 105 ആയില്ലേ. അതുകൊണ്ട് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നൊന്നിന് തടസ്സാണ്. ഗൗസുൽ ആദമിന് ഒന്നൊന്നിന് തടസ്സമായിരുന്നില്ല എന്ന് മാത്രം. 1000 കൊല്ലം മുമ്പാണ് മുഹ്യിദ്ദീൻ ശൈഖ് ജീവിക്കുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരനാണ് ഗൗസുൽ ആദം. ഏത് ഖുറൈശി അങ്ങോട്ട് എത്തിയിട്ടുള്ളത്? സ്വന്തം കപ്പലുള്ള കച്ചവടക്കാരൻ ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഈ മുഹ്യിദ്ദീൻ മാലെ പറയണ്ടല്ലോ, ഒരിക്കല് ഗൗസുൽ ആദമിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കപ്പല് കൊള്ളക്കാര് പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു അൽഹംദുലില്ലാ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, അല്ല പിടിച്ചത് നിങ്ങളതല്ല വേറെ ആളതാണ് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ. ആ സംഭവം പറഞ്ഞാൽ എന്തിനാ വെച്ചാൽ കപ്പലുണ്ടായിരുന്നു എന്ന് പറയാനാണ്. സ്വന്തമായിട്ട് ചരക്ക് കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരൻ 25-ാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ആരംഭിക്കുന്നത് റോഡ് സൈഡിൽ വെള്ളക്കച്ചവടം ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മരണം വരെയും കച്ചവടം ചെയ്തു, ദർസും നടത്തി, വഅദും നടത്തി. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം രാജ്യത്തിന്റെ കാര്യങ്ങളും നോക്കി നടത്തി. അതിന്റെ ഒപ്പം ഔലിയാക്കളിൽ ഏറ്റവും പ്രമുഖനായ ഗൗസ് എന്ന സ്ഥാനത്തിന്റെ ഉടമയുമാണ് ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്തായിരുന്നു അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചാല്, ഗൗസുൽ ആദമിന്റെ വാപ്പിമ്മയാണ് അതിന്റെ രഹസ്യം. അൽ വലദു സിർറു അബീഹി എന്നാണ്. മഹാനായ ഗൗസുൽ ആദമിന്റെ വാപ്പയും ഉമ്മയുമാണ് അതിന്റെ രഹസ്യം എന്ന് പറയുന്നത്. പാരന്റിങ് ക്ലാസ്സിൽ പറയേണ്ടതാണ്. ഇതിപ്പോ നമുക്ക് മഹല്ല് നേതാക്കൾക്കുള്ള ക്ലാസ് ആയതുകൊണ്ട് തൽക്കാലം അയിമന്നിട്ട് പോരാ. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഇൽമിന്റെ സംരക്ഷണം നടക്കണം. ഇൽമിന്റെ സംരക്ഷണം നടക്കണമെങ്കിൽ 3 കാര്യമാണ്. 1, ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. 2ാമത്തേത് ഗുരുനാഥന്മാരെ ആദരിക്കണം, എങ്കിലേ ഇൽമിന്റെ പരിപാലനം നടക്കുള്ളൂ. വേങ്ങര അടുത്തൊരു സ്ഥലത്ത് ഒരു മദ്രസന്റെ 60ാം വാർഷികത്തിന് പോയി ഞാന്. അപ്പോ ഒരു 60 കൊല്ലമായിട്ടുള്ള ഒരു മദ്രസ പുതുക്കി പണിത് അതിന്റെ ഉദ്ഘാടനമാണ്. അപ്പൊ അതിൽ ക്ലാസ്സാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാല് 60 കൊല്ലമായി ആ മദ്രസയിൽ പഠിപ്പിച്ച മുഴുവൻ ഉസ്താദുമാരെയും വീട്ടിൽ തെരഞ്ഞുപോയോല്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന. അതിനൊക്കെയാണ് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞത്. നബിദിനത്തിനും വേണം, വേണ്ട തന്നെയാണ്. നബിദിനത്തിന് നല്ലോണം വേണം, മറ്റേതാണ് വേണം. അങ്ങനെ അത് ഇഷ്ക് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരേ മാതിരിയല്ല. ചിലർക്ക് പാട്ടയിക്കാരം. ഹസ്സാൻ ബിൻ സാബിത്തിന് പാട്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ, ചിലർക്ക് വയലയിക്കാരം, ചിലർക്ക് പാട്ടയിക്കാരം. റബീഉൽ അവ്വൽ 12 പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് സദർ ഉസ്താദിനോട്. പാടിക്കോട്ടെ, ഒരാൾ പാടട്ടെ, ഓൽക്ക് ഇഷ്ക് പാട്ടാണ്. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നവർക്ക് തോന്നും ഇതിപ്പോ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന്. അപ്പൊ ഓൽക്ക് കായ് എടുത്തിട്ട് കവറിൽ ഇട്ടാണ് കൊടുക്കാനാ തോന്നുക. ഓലെ ഇഷ്ക് അങ്ങനെയാണ്, കൊടുക്കട്ടെ കണ്ടെന്ന്. നമ്മളിപ്പോ എന്തിനാ അതൊക്കെ മുടക്കാൻ നിൽക്കുന്നത്?
ഒന്നും മുടക്കണ്ട. ഇഷ്കിൽ ഇന്നത് എന്നില്ല, അത് ചെയ്യുന്നവനാണ് തീരുമാനിക്കുക, വേറൊരാള് പറയല്ല ചെയ്യാ. ഇഷ്കിന്റെ അമൽ എന്നുണ്ടൊരു അമലില്ല ശരിക്ക്, അത് ചെയ്യണ ആള് തീരുമാനിക്കല എന്താ വേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് കേട്ടപ്പോ ഉമർ റളിയല്ലാഹുവിന് ഇഷ്ക് ഇങ്ങോട്ട് കയറി. അള്ളാന്റെ റസൂല് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാല് ഓടലുമ തല ഉണ്ടാവില്ല, ആലോചിച്ച് പറഞ്ഞോളി പറഞ്ഞു. അതായത് മൂപ്പര് ഇഷ്ക്. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അങ്ങനെ ഖുർആനിലൊക്കെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ എന്തായാലും പറയാ, ഇജന്റെ പണി എന്താ വെച്ചാൽ നോക്കുന്ന, അല്ല എന്തായാലും മറുപടി. അത് ആശിക്കായ മനുഷ്യൻ തീരുമാനിക്കും എന്താ വേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതിനാൽ സ്വർഗത്തിലാന്ന നരകത്തിലാന്ന നിങ്ങളെ അഭിപ്രായം? സമസ്തക്കാരെ അഭിപ്രായം മൂപ്പർക്ക് സ്വർഗത്തിൽ ഒന്നും കൂടി ദർജ കൂടിക്കാണ് അതുകൊണ്ട് എന്നാണ്, അല്ലാതെ കുറഞ്ഞിക്കാണ് എന്നല്ല. സുന്നത്തിയമാത്തിന്റെ അടിസ്ഥാനം മുത്തുനബിയോടുള്ള താല്പര്യമാണ് കേട്ടോ. കൽബിന്ന് വിടരുതേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വളരെ പ്രധാനമാണ്. അത് നമ്മളെ മഹല്ലത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു സുന്നിന്ന് വിട്ടുപോകില്ല. അവിടെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ സുന്നിന്ന് വിടും, ബാക്കിയൊക്കെ പിന്നെ അതിനെ തുടർന്നാണ് വരുന്നത്. ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽബിൽ സ്ഥാനം കുറയലാണ് ബിദ്അത്തിന്റെ അടിസ്ഥാനം. എന്നാ അത് മുബത്തദിയായ ഒരു മനുഷ്യനോട് വിളിച്ചിട്ട് അന്റെ കുഴപ്പ സാലിം വൈസി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഓൻ സമ്മതിക്കൊന്നുമില്ല. എന്നാലോ കുഴപ്പം തന്നെയാണ്, കുഴപ്പം തന്നെയെന്ന് ഉറപ്പാണ്, പക്ഷെ ഓൻ സമ്മതിക്കൂലെന്നേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികളെയും മക്കളെയും പെരക്കാരെയും നാട്ടുകാരെയും ഒക്കെ ആശിക്കുകളാക്കി പുണ്യനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് നമ്മളെ പഴമക്കാര് റബീഉൽ അവ്വൽ ആയാല് നമ്മളൊക്കെ പഴയ വീടുകളില് എല്ലാ ദിവസവും ഒരു ഹദീസ് മങ്കൂസ് മൗലിദെങ്കിലും ഓതിയിരുന്നു. ഇന്ന് 30 ദിവസത്തിന്റെ ഇടയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഓതിക്കൂടെ നമുക്ക്? ആരും വിളിക്കണ്ട, നീ വിളിച്ചാൽ നല്ലത് തന്നെയാണ്, വിളിക്കണ്ട. അവനാന് അത്യാവശ്യം അറബിയൊക്കെ എല്ലാവർക്കും വായിക്കാൻ അറിയല്ലോ, ഒരു ഹദീസ് മൗലിദെങ്കിലും ഓതിക്കോ. എന്തായാലും നമ്മളെ കുട്ടികളെ കൂട്ടിയിട്ട് യാത്ര ചെയ്യുമ്പോ വണ്ടിയിൽ പാട്ടിടുമല്ലോ, അത് മധുനബി ആക്കിക്കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിനെ കൽബ് കയറ്റാതെ സുന്നത്തിയമാത്ത് കയറൂല. അതുകൊണ്ട് ഒന്ന് ഈമാന്റെ സംരക്ഷണം, രണ്ട് ഇൽമിന്റെ സംരക്ഷണം, മൂന്നാമത്തേത് അഭിമാനത്തിന്റെ സംരക്ഷണമാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നു, ഒന്ന് സ്വഭാവം, രണ്ടാമത്തേത് ബുദ്ധി. ശരീരമൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്, ശരീര സംരക്ഷണമൊക്കെ അതിൽപ്പെട്ട തന്നെയാണ്. എപ്പോഴും നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ വൃത്തിയിൽ നടക്കാൻ വേണ്ടി പരിശീലിപ്പിക്കണം. അതിന് നമ്മൾ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ നമ്മളെ ഈ ഓരോ സംഗതികളുടെയും വൃത്തി തീരുമാനിക്കാൻ ചില അടിസ്ഥാനങ്ങൾ ഉണ്ട് എന്നാണ്. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ആ വീട് വൃത്തി ഉണ്ടോ ഇല്ലയോ നോക്കേണ്ടത് ബെഡ്റൂം നോക്കിയിട്ടാണ്. നമ്മളെ പെരയിൽ ഇപ്പൊ വിരുന്നേര് വന്ന് നമ്മൾ എന്താ ആദ്യം ചെയ്യാം? ആ ബെഡ്റൂമിന്റെ വാതിൽ വേഗം പോയിട്ട് നടക്കും, ഇനിയിപ്പോ അത് കാണണ്ടെന്ന് കരുതിയിട്ട്. കാരണം അവിടെ വിരിപ്പ് മടക്കി വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ ചിരിച്ചവരൊക്കെ അനുഭവം ഉണ്ട് എന്ന് മനസ്സിലായത്, എന്റെ മാത്രം അനുഭവം അല്ല എന്ന് മനസ്സിലാവുണ്ടല്ലോ. ചിരിച്ച എല്ലാവർക്കും ആദ്യം ചെയ്യല് ബെഡ്റൂമിന്റെ ഡോറ് വേഗം നടക്കും, ഇനിയിപ്പോ അത് കാണണ്ടെന്ന് കരുതിയിട്ട്. ഒരു വീട് വൃത്തി ഉണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത് കിച്ചൺ നോക്കിയിട്ടൊന്നും അല്ല, ബെഡ്റൂം എത്ര കണ്ട് വൃത്തി. എന്താ സംഗതി? അതിലൊരു സംഗതി ഉണ്ട്. അത് ബഹുമാനപ്പെട്ട മൂസ നബി അലി ഇസ്ലാമ് ഷുഐബ് നബിയുടെ നാട്ടിൽ പോയിട്ട് ആടിനെ നോക്കാൻ വേണ്ടി പോയല്ലോ. ആടിനെ നോക്കാൻ വേണ്ടി പോകുമ്പോ ഒരു വടിയൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ആടുകളേറ്റ്. അപ്പോ ഈ പിന്നെ ഷുഐബ് നബി പറഞ്ഞിരുന്നു, മോനെ ഞാന് ഒരു കാര്യം ചെയ്യാം, എനിക്ക് ആടിനെ നോക്കലാണ് മഹറായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നീ വെറുതെ നോക്കൊന്നും വേണ്ട, ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന എല്ലാ പുള്ളിയുള്ള ആടുകളെയും അനക്ക് ഞാൻ തരാന്ന് പറഞ്ഞിരുന്നു. അവിടെ ചരിത്രം പറയുമ്പോൾ ഉണ്ടാവുമ്പോ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പുള്ളിയുള്ള ആടുകളൊക്കെ തരാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോ വൈക്കന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു. ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്തൊക്കെ വർത്താനം എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്, പുതിയ ജീവിതമൊക്കെ. ഓ അൽഹംദുലില്ലാ സുഖാണ്, സന്തോഷാണ്. എന്താ ഇപ്പൊ പരിപാടി? ആടിനോക്കലാണ് പരിപാടി. ആടിനൊക്കെ അപ്പൊ എന്താ കിട്ടുകയെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടുന്നാണ്ടുള്ള പുള്ളിയുള്ള ആടുകളൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, അതിന് ഞാൻ ഒരു പണി പറഞ്ഞുതരാറുണ്ട്. അങ്ങനെ ഒരു തോട്ടം കാണിച്ചു കൊടുത്തു എന്നാണ്. ഇത് ഈ സംഭവം പിന്നെ പിന്നെ ബൈബിളിലും അങ്ങനെ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ചെറിയ വ്യത്യാസത്തോട് കൂടെയാണെന്ന് മാത്രം. അപ്പൊ ഒരു തോട്ടം കാണിച്ചു കൊടുത്തു. നിങ്ങൾ ആടിനേറ്റ് പോകുമ്പോ ഈ തോട്ടത്തിൽ നിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി, എന്നാ ഞാൻ ഉണ്ടാകുന്ന കുട്ടിയൊക്കെ പുള്ളി ഉണ്ടായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എന്നും ആടുകളേറ്റ് പോകുമ്പോ അവിടുന്ന് ഇല അടിച്ചു കൊടുക്കും, പിന്നെ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ പുള്ളിയുള്ളതായി എന്നാണ്. അങ്ങനെ ഒരിക്കൽ വാപ്പ ഷുഐബ് നബി പറഞ്ഞു, മോനെ ഇഞ്ഞി വിടുന്നാണ്ട് വാപ്പാന്റെ കുട്ടിക്ക് പുള്ളിയില്ലാത്ത ആടുകളാണ് കേട്ടോ പറഞ്ഞു. അല്ല അതിപ്പോ ഈ പോക്ക് പോയാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ പിന്നെയും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടു.
വിവരങ്ങളൊക്കെ ചോദിച്ചു. പുതിയ തീരുമാനം എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇനി ഇവിടുന്നാണ്ട് പുള്ളില്ലാത്ത ആടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അതിനൊരു പണിയുണ്ട് പറഞ്ഞു. വേറൊരു തോട്ടം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഇല അടിച്ചു കൊടുത്താൽ ഇനി ഇവിടുന്നാണ്ടുള്ളതൊക്കെ പുള്ളില്ലാത്ത ആടുകളേക്കാളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു എന്നാണ്. ആ താരിഖ് പിന്നെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ പിന്നെ കുറെ ആടുണ്ടായി, അതായിട്ട് നാട്ടിൽ പോകുന്നതും അങ്ങനെ ഭാര്യനെ കൊണ്ടുപോകുന്നതൊക്കെയാണ്. കണക്ക് ഇവിടെയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന്റെ ഉത്തരം, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിന്റെ ഉത്തരം, ആദ്യം കാണിച്ചു കൊടുത്ത തോട്ടം ഉണ്ടല്ലോ, ആ തോട്ടത്തിൽ നിൽക്കുന്ന മരങ്ങൾ മുഴുവനും പുള്ളിയുള്ള മരങ്ങളായിരുന്നു എന്നാണ്. ഇല ചാടിച്ചു കൊടുത്ത് അത് കഴിച്ച് വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണചേരും. ഇണചേരുമ്പോൾ പുള്ളിയുള്ള മരങ്ങൾ കാണുന്നു എന്നതാണ് കുട്ടികൾ പുള്ളി ഉണ്ടായതിന്റെ കാരണം. രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളിയില്ലാത്ത തടിയുള്ള മരങ്ങളുള്ള തോട്ടമായിരുന്നു. അതാണ് ഇതിൽ നമുക്ക് വലിയൊരു തത്വമുണ്ട്. എന്താ, ഉള്ള വേസ്റ്റ് ഒക്കെ ബെഡ്റൂമിന്റെ റാക്കുമ്പോ കൊണ്ടുവച്ചാൽ കുട്ടികളൊക്കെ വേസ്റ്റ് ആവും. ഇതുകൊണ്ടാണ് ബെഡ്റൂം ഏറ്റവും വൃത്തി ഉണ്ടാവണമെന്ന് പറയുന്നത്. അപ്പൊ ഒരു വീട്ടിൽ ചെന്നാല് വീടിന്റെ വൃത്തിയെ തീരുമാനിക്കുന്നത് ബെഡ്റൂം നോക്കിയിട്ടാണ്. ഇനി ഒരു ഹോട്ടലിൽ ചെന്നാല് ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ഒരു പള്ളി ചെന്നാലോ, പള്ളിയുടെ വൃത്തി തീരുമാനിക്കുന്നത് ബാത്റൂം നോക്കിയിട്ടാണ്. പള്ളിയുടെ വൃത്തി തീരുമാനിക്കുന്നത് ബാത്റൂമാണ്. നല്ല ടൈൽസ് ഇട്ട ബാത്റൂമൊക്കെ ഉണ്ട് ഉഷാറായിട്ട്. പക്ഷെ മൂത്രമൊഴിക്കാൻ വെള്ളം എടുക്കാൻ വെച്ചത് പൈന്റിന്റെ അളുക്കാണെങ്കിൽ മനസ്സിലായി പിസ്കന്മാരെ നാടാണ്. 25 ഉറുപ്യ മുഴുവൻ ഒരു കോപ്പ വാങ്ങാന്. ഈ പൈന്റിന്റെ പാത്രം കൊണ്ടുപോയി വിറ്റിങ്ങാണ്ട് അതുകൊണ്ട് വാങ്ങിയാൽ പോരെ? വേണ്ട, വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയേ കിട്ടൂലേ കോപ്പ വാങ്ങാനുള്ള പൈസ. ഈ സാധനം വെക്കേണ്ട ആവശ്യം എന്താ? അതവിടെ ഒക്കെ ഉള്ളതാ. നല്ല 1-ാം തരം ടൈൽസ് ഇട്ടിട്ട് ഇങ്ങനെ കുറെ പരിപാടി ഉണ്ട് നമുക്ക്. എന്തായാലും ഞാൻ വിഷയം മാറുന്നില്ല. അങ്ങനെ കുറെ പരിപാടി. അതിനുള്ള പേര് സൗകര്യത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യങ്ങൾ എന്നാണ്. ആ ചെരുപ്പിന്റെ വിഷയമുണ്ട്, അങ്ങനെ കുറെ വിഷയമുണ്ട്. സൗകര്യത്തിന്റെ പേര് അതിലേറെ വലിയ വിഷയമുണ്ട്. ഇപ്പൊ എല്ലാ പേരിലും AC വെച്ചു, എല്ലാ പള്ളിയിലും AC വെച്ചു. ഉള്ള എയറോൾ അടച്ചു. AC സ്വിച്ച് ഇടൂല. സ്വിച്ച് ഇടൂല. ആകെ അവിടെ എയറോൾ ഉള്ളത് അടച്ചു. AC പേര് പറഞ്ഞിട്ട്. ഇതിന്റെ പേരാണ് സൗകര്യത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യം. ആ AC വെച്ചിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല. ജനലേലും തുറക്കായിരുന്നു. ജനൽ തുറക്കാൻ പാടില്ല, AC ഉണ്ട്. എയറോളും അടച്ചിട്ടുണ്ട്, AC ഉണ്ട്. എന്നാ AC സ്വിച്ച് ഇടോ? ആ കറണ്ട് ബില്ല് അടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ സാധനം അവിടെ വെക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, AC വെച്ച കൗമിന് എന്താ കറണ്ട് ബില്ല് അടക്കാനുള്ള കഴിവില്ലേ? ഉണ്ടല്ലോ, ഇല്ലായിട്ടല്ലല്ലോ. ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ സ്വീപ്പാക്കിങ്ങാണ്ട് എല്ലായിടത്തും എന്നാലും കാണാം പള്ളിക്കത്തെ ബാത്റൂം പൂട്ടിയിട്ടിക്കണം. കണ്ടാ തോന്നും ലോക്കർ ഇതിന്റെ ഉള്ളിലാണ്. ഈ ബാത്റൂം അതിന്റെ ആവശ്യത്തിനല്ലേ പറ്റുള്ളൂ. അത് ആരേലും വന്നുകാണ്ട് വൃത്തികേടാക്കുന്നേ. ഈ കക്കൂസ് ശരിക്കും എന്തിനുള്ളതാ? അത് വൃത്തികേടാക്കാനുള്ളത് തന്നെയല്ലേ. പിന്നെ ഒന്ന് വെള്ളം പാരല്ലേ വേണ്ടത്. അത് അതിനുള്ളത്. ആരേലും വന്ന് ഉപയോഗിച്ചാലോന്ന്. പിന്നെ എന്തിനുള്ളതാണ് ആ സാധനം? ഉപയോഗിക്കാനുള്ളത് തന്നെയല്ലേ. നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് ഓരോ സംഗതി. ആരേലും വന്ന് ഉപയോഗിച്ചാലോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പിന്നെ പുതിയ പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരവിടെ മതിലും ഗേറ്റും ഒക്കെ വെക്കണ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യണം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, മതിലുണ്ടായിക്കോളി. ഗേറ്റ് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. അത് ഇങ്ങനെ പശുക്കുട്ടികളും നായ്ക്കളൊന്നും വരാതിരിക്കാനാണ് പറഞ്ഞു. എന്നാ അതിന് ഗേറ്റ് വേണ്ടതില്ല. അതിന് ഒരു വലിയ പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഒരു ചെറിയ പൈപ്പ് ഇട്ടുങ്ങാണ്ട് വെച്ചു കൊടുത്താല് ഒരു ചെറിയ ചാല് വീടാം. 2 ഭാഗത്തും പടുത്തിട്ട് ഒരു വലിയ പൈപ്പ് മേലെ ഒരു ചെറിയ പൈപ്പ് ഉള്ളിലിട്ടിട്ട് എങ്ങനെ വെച്ചാല് അതിമ കൂടെ നായ്ക്കൊക്കെ കിടക്കാൻ പറ്റൂല. അതിമ ചവിട്ടുമ്പോ പൈപ്പ് ഉണ്ടുള്ളൂ. അതുപോലെ ബാക്കിൽ തന്നെ പൈക്കോളും. നായും പൈക്കുട്ടികളൊന്നും കടക്കൂല. മനുഷ്യന്മാർക്ക് സുഖമായിട്ട് വരും ചെയ്യാം എന്ന് പറഞ്ഞു. അതല്ല, അതാരേലും വണ്ടി കൊടുന്നിട്ടാലോചിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ എന്താ നടക്കുക? ശരിക്കും പള്ളിന്റെ മുമ്പിലുള്ള പാർക്കിംഗ് വണ്ടി ഇടാനല്ലേ. എല്ലാ സൗകര്യങ്ങളും ഞമ്മക്കുണ്ട്. പള്ളിയിലും അങ്ങനെ സൗകര്യം വേണ്ടേ? അവിടെയൊക്കെ ചില ആൾക്കാർക്ക് തോന്നും, അതങ്ങനെ പള്ളിയിലൊന്നും അങ്ങനെ വണ്ടി ഇടാൻ പറ്റൂല. എന്താ പെട്ടാല് വരിക? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ എന്ന പേരിൽ. ഇന്നാളൊരു സ്ഥലത്ത് ചെന്നപ്പണ്ട് അതിന്റെ വിഷയം മാറുന്നുണ്ട് പഠിച്ചോനെ. ഹൗദുംകാരൊക്കെ ചെന്നപ്പണ്ട് വലിയ 2 ഗേറ്റ് ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഹൗദിന്റെ അടുക്ക് കയറണോടത്ത് ഗ്രില്ല്. അതിൽ ഒരു ഗ്രില്ല് താഴെ കുറ്റിയിട്ടിട്ടുണ്ട്, മേലെ ഒരു കമ്പ്യൂണ്ട് കെട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഗേറ്റ്? ഇത് വെച്ചത് തുറക്കാനല്ലേ. വേറൊരു സ്ഥലത്ത് ബാത്റൂമിൽ ചെന്നപ്പോണ്ട് പകുതിയൊക്കെ കൂടി അലോക്കിന്റെ ഒരു കയർ ഇങ്ങനെയാണ് കെട്ടിയിട്ട്. പിന്നെന്തിനാണ് ആ സാധനം?
ഇതൊക്കെ നമ്മളിപ്പോ സൗകര്യമായിട്ടാണ് ഉണ്ടാക്കിയത്. സൗകര്യം എന്ന പേരിൽ ഉണ്ടാക്കി തീർക്കുന്ന ധാരാളം അസൗകര്യങ്ങൾ. അപ്പൊ പറയാൻ കാരണം എന്താ വെച്ചാൽ, പള്ളിയുടെ വൃത്തി തീരുമാനിക്കുന്നത് ബാത്റൂം നോക്കിയിട്ടാണ്, വീടിന്റെ വൃത്തി തീരുമാനിക്കുന്നത് പിന്നെ ബെഡ്റൂം നോക്കിയിട്ടാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ മാനദണ്ഡങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ വൃത്തി തീരുമാനിക്കുക ഓന്റെ ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ്. ഒരാളെ വൃത്തി തീരുമാനിക്കുന്നത് ഓന്റെ ചെരുപ്പ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട്. ഇപ്പൊ ആരും നോക്കണ്ട, ഇവിടുന്ന് പോയിട്ട് നോക്കിയാൽ മതി. കാരണം എനിക്ക് ഇവിടുന്ന് ജീവനോട് കൂടെ പോണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് അപ്പൊ അങ്ങോട്ട് നോക്കിയ എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഒരു മഹലിന്റെ പുരോഗതി. 1, അവിടുത്തെ ഈമാന്റെ പുരോഗതി. 2, അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി. 3-മത്തത് നാട്ടുകാരുടെ അഭിമാനം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആ നാട്ടുകാരുടെ അഭിമാനം. ഇതിപ്പോ നമ്മൾ എല്ലാരും കൂടി ആയതുകൊണ്ട് പറയാൻ പറ്റിയതാട്ടോ. ഞാൻ ഇപ്പൊ ഒരു മഹലിൽ ചെന്നിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് പറയാൻ പറ്റൂല. അങ്ങനെ ഉണ്ടല്ലോ, പല വിഷയം അങ്ങനെയാണ്. അതുപോലെ അഭിമാനത്തിന് ശതം വരുത്തലാവും, അപ്പൊ ഭയങ്കര പ്രശ്നമാവും. ആ സമയത്ത് ഇപ്പൊ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ കൂടിയപ്പോ എവിടെ ഉള്ളതെന്ന് ഇപ്പൊ എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് പറയാം. അങ്ങനെയാണ് ചില കാര്യങ്ങൾ. അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിപരമായും സാമൂഹികമായും അഭിമാനത്തിന് വലിയ പ്രാധാന്യം നൽകണം. അപ്പൊ സ്വഭാവം അതിൽപ്പെടും, ബുദ്ധി അതിൽപ്പെടും. ഇനിയുള്ളത് 4-മത്തെ കാര്യം, ധനത്തിന്റെ സംരക്ഷണവും ഏർപ്പെടുത്തേണ്ടവർ നമ്മൾ തന്നെയാണ്. ഈ മുതലിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാല്, മുതൽ സംരക്ഷിക്കപ്പെടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ്. ഇത് നമ്മൾ വ്യക്തിപരമായും മനസ്സിലാക്കണം, സാമൂഹികമായും മനസ്സിലാക്കണം. സമ്പത്ത് സംരക്ഷിക്കപ്പെടാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി, ദാനം ശീലമാക്കിയാൽ ധനം സംരക്ഷിക്കപ്പെടും. സ്വതക്ക കൊടുക്കുന്ന ആളുകൾ ഒരു നാട്ടിലുണ്ടോ? എല്ലാ പെരയും വലിയ പെരയിക്കാരം. കേരളത്തിലെ മിക്കവാറും മഹല്ലിക്ക് പ്രസംഗിക്കാൻ പോണ ഒരാള് എന്നുള്ളതിൽ ഞാൻ അനുഭവം കൂടി വെച്ച് പറയാം. സ്വതക്ക ദാനം ശീലമാക്കിയാൽ 7 തലമുറ അനുഭവിക്കുന്നതാണത്. മൂസ നബി അലൈഹി ഇസ്ലാമോ ഖിദർ നബി അലൈഹി ഇസ്ലാമും കൂടി യാത്ര ചെയ്യുമ്പോ ഖിദർ നബി മതില് നന്നാക്കി കൊടുത്തു. അപ്പൊ മൂസ നബി ചോദിച്ചു, എന്തിനാ വേണ്ടാത്ത പണിക്കുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, വേണ്ടാത്ത പണിയൊന്നുമില്ല, ഇത് അങ്ങാടിയിൽ താമസിക്കുന്ന യതീം കുട്ടികളുടെ മതിലാണ്, അതിന്റെ താഴെ അവരുടെ ധനമുണ്ട്, അതിന് സംരക്ഷണമാവാനാണ് ഞാൻ ചെയ്തത്. വക്കാന അബൂഹുമാ സ്വാലിഹ, ഓല വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ആ വക്കാന അബൂഹുമ എന്ന് പറഞ്ഞ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പല്ല, 7-മത്തെ വല്ലിപ്പയാണ്. അദ്ദേഹം ദാനശീലനായ ഒരു മനുഷ്യനായിരുന്നു എന്നതാണ് കാരണം. ഒരാൾക്ക് ദാനം ശീലമായാൽ അയാളുടെ 7 തലമുറയിൽ മുതൽ സംരക്ഷിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്ക് പിരിവ് വേണം. ഇടക്കൊക്കെ ഓരോ വെള്ളിയാഴ്ച ഒഴിവായിക്കാൻ കേട്ടോ, അല്ല എന്നാലും മിക്കവാറും വെള്ളിയാഴ്ചയൊക്കെ വേണം. ഇതിലൊരു സംഭവം എന്താ വെച്ചാൽ, തരുന്നവൻ തന്നുകൊണ്ടിരിക്കും, ഓനുണ്ടായിക്കൊണ്ടിരിക്കും. തരാത്തവൻ ഇവിടെ എന്ന് നോക്കിയാലും പിരിവന്നെ എന്നിങ്ങനെ പറയുന്നേ ഉള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പോക്കറ്റിൽ പേഴ്സ് മറന്നിട്ട് വരും. ആഴ്ചയും തരൂല, പറിച്ചില്ലോ. തരുന്നവൻ പറയാനൊന്നും നിൽക്കൂല, ഓൻ തന്നുകൊണ്ടിരിക്കും. 7 തലമുറ അതിന്റെ ഗുണം അനുഭവിക്കും. ഒരാൾക്ക് ദാനശീലമുണ്ടെങ്കിൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിലെ ഏറ്റവും സദഖ കൊടുത്തിരുന്ന ആളാണോ, ദാനം കൊടുത്തിരുന്ന ആളാ. മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ വയൽ തരാൻ വേണ്ടി എഴുന്നേറ്റു, 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാം. വയൽ പിന്നെയും പറഞ്ഞു, 2ാമത് നീച്ചു, 100 ഒട്ടകവും അവകൾ ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാം. പ്രഖ്യാപനം കേട്ടാൽ നമുക്ക് തോന്നും പുതിയ ഹൈവേ വരുന്നതിന്റെ വക്കത്ത് മൂപ്പർക്ക് തോന സ്ഥലം ഉണ്ടായിട്ട് കൊടുത്തയക്കാരെന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് വന്ന മുഹാജിറാണ്, അൻസാരിയല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻസാരിയല്ല, മുഹാജിറ. പിന്നെന്തേ കൊടുക്കാണ്ടായത്? മൂപ്പര വാപ്പ അഫ്ഫാൻ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുക്കാണ്ടായതിന്റെ കാരണം. അതുകൊണ്ട് മഹല്ലത്തുകാരുടെ ധനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ദാനം ശീലമാക്കി കൊടുത്തോളി, ആ നാട്ടുകാരുടെ മുതലിന് സംരക്ഷണം ഉണ്ടാവും. ഈ 4 പ്രധാനപ്പെട്ട സംരക്ഷണങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. 1, ഈമാൻ സംരക്ഷിക്കപ്പെടുന്നതിന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തൽ നടക്കണം. അതിന് ഒരു സ്ഥിരമായ ഖുർആൻ ക്ലാസ്, അത് മജ്‌ലിസ് നൂറിന്റെ കൂടെ ആണെങ്കിലും ശരി, അതിന് പറ്റുമെങ്കിൽ ഒരു സമിതിയും, അതിനൊരു സാംസ്കാരിക സമിതി എന്ന് പേരിടാം, അല്ലെങ്കിൽ SYS-നെ ആ ചുമതല ഏൽപ്പിക്കാം. 2-മത്തേത്, മഹല്ലത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനം സജീവമായി നടക്കണം. അതിന് പുതിയ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾ, മുതഅല്ലിമീങ്ങൾ,
ഭൗതിക വിദ്യാഭ്യാസത്തിലുള്ള ആളുകൾ അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഭൗതികം പഠിപ്പിക്കാനല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അത് വേണം, തൊഴിലൊക്കെ ഉണ്ടായി കൊടുക്കണം. ഭൗതിക വിദ്യാർത്ഥികൾക്ക് മതം പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഓല ഒഴിവിനനുസരിച്ച് ക്രിസ്മസ് വെക്കേഷനില്, ഓണം വെക്കേഷനില് ഒരു 3 ദിവസത്തെ പരിപാടി, ഒരു 2 ദിവസത്തെ പരിപാടി, ഇടക്കിടക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയാൽ മതി, എന്നാൽ തന്നെ ആളുഷാറോ. അത് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമിതി നമ്മുടെ മഹല്ലത്തിൽ പ്രവർത്തിക്കണം. SKSF-നെ ഏൽപ്പിക്കാൻ പറ്റും. SKSF-ന്റെ ട്രെൻഡ് എന്ന സംവിധാനം ഉണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നൊന്ന്, ദാനം ശീലമാക്കുന്നതിന് ഒരു റിലീഫ് സമിതി നമ്മുടെ മഹല്ലത്തിൽ പ്രവർത്തിക്കണം. സഹചാരി പറ്റും, മുസാഅദ പറ്റും, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംവിധാനം. ഞാൻ അതൊന്നും അല്ലെങ്കിൽ നമ്മളായിട്ട് മഹല്ലത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ട് സ്ഥിരമായ റിലീഫ് നടക്കുന്ന ഒരു സംവിധാനം നമ്മുടെ മഹല്ലത്തിൽ ഉണ്ടാക്കണം. എപ്പോഴും ആളുകളുടെ സ്വഭാവം, അവരുടെ അഭിമാനത്തിനും വലിയ പ്രാധാന്യം കൊടുക്കണം. ആ അഭിമാനവും സ്വഭാവവും ബുദ്ധിയും ഒക്കെ സംരക്ഷിക്കുന്നതിന് സ്ഥിരമായ നിരീക്ഷണം ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബുദ്ധി, അഭിമാനം തുടങ്ങിയ കാര്യങ്ങൾ കളയുന്നത് ഒരേ ഒരു ചെയ്ത്താനാണ്. ആ ചെയ്ത്താന്റെ പേര് ലഹരിയുടെ ഉപയോഗം എന്നാണ്. ഒറ്റ ചെയ്ത്താനാണ് ഇത് മൊത്തം കളയാ. അതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം കടന്നു വരാതെ മഹല്ലത്തിനെ ജാഗ്രതയോടുകൂടെ നോക്കി, വരുന്നുണ്ടെങ്കിൽ വഴിയടച്ച് എല്ലാ നിലയിലും സംരക്ഷിച്ച്. ഇതൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോ ചിലപ്പം തോന്നും, അതിപ്പോ ഞാൻ ഒറ്റക്കാണ് നോക്കിയിട്ട് ഇപ്പൊ എന്താ കാര്യം, അനക്ക് ഒറ്റക്കാണ് നോക്കി എന്ത് ചെയ്യുമ്പോ വരിക. എല്ലാരും കൂടി നേരായിട്ടൊന്നും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല. ഒറ്റാളെ ഇത് കേട്ടോള്ളൂ വെച്ചാൽ ആ ഒരാള് പരിശ്രമിക്കാം. ഒരാള് തന്നെ നന്മക്ക് പരിശ്രമിച്ചാൽ അതിന് വലിയ റിസൾട്ട് ഉണ്ടാവും. ഇലാഹിയായ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ തൗഫീഖുള്ളതാണ്. ഖുദ്സിയായ ഹദീസിലുണ്ടല്ലോ, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണടുക്കുമ്പോ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. എന്റെ അടിമ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാർ അടുക്കും. എന്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. ഇലാഹിയായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ തൗഫീഖുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മളെ കണ്ട് ഇറങ്ങിയാൽ മതി, നടത്തി തരുന്നത് പടച്ച റബ്ബാണ്. നന്നായിട്ട് ദ്വാരന്നിട്ട് മഹലിന്റെ സർവ്വതോന്മുഖമായ പുരോഗതികൾക്ക് വേണ്ടി എല്ലാവരും ജാഗ്രതയോടുകൂടെ നിലകൊള്ളുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ ഇസ്സത്തിന്റെ പ്രസ്ഥാനമാണ്, അതിനെ ശക്തിപ്പെടുത്തണം. എല്ലാ മഹല്ലുകളിലും സമസ്തക്ക് ശക്തി ഉണ്ടാവണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ, അഭിപ്രായങ്ങളെ സംരക്ഷിക്കുന്നതിൽ എല്ലാ പരിശ്രമവും നടത്തുന്നതിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. ഇതിനേക്കാൾ വലിയ പ്രയാസം ഉണ്ടായിരുന്ന 1920-കളിലാണ് സമസ്ത ഉണ്ടായത്. പ്രതിസന്ധി ഉണ്ട്, പ്രയാസമുണ്ട്, മറ്റേ വാള് തലന്റെ മേലെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഈമാൻ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് ആളുകളുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് സമസ്തയുടെ പ്രവർത്തനങ്ങൾ എല്ലാ മഹല്ലത്തിലും ശക്തിപ്പെടുത്തണമെന്ന് എല്ലാവരോടും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.